പൂരം കലക്കിയത് ആര്? വമ്പിച്ച ബഹുജന പങ്കാളിത്തം കൊണ്ട് ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് തൃശൂർ പൂരം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. പൂരം കാണുവാനായി സ്വദേശികളും വിദേശ സഞ്ചാരികളുമടക്കം ലക്ഷക്കണക്കിന് ആളുകൾ വർഷം തോറും തൃശ്ശൂരിൽ എത്താറുമുണ്ട്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത്. ആനകളെ അണിനിരത്തിയുള്ള പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ 2 ക്ഷേത്രങ്ങളുടെ മേള, പഞ്ചവാദ്യ ഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റം, പുലരുന്നതിന് മുമ്പുള്ള വെടിക്കെട്ട് എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസം മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് എഴുന്നള്ളത്ത്, മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടുകൂടിയുള്ള മഠത്തിൽ വരവ് എഴുന്നള്ളത്ത്, ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പൂരപ്പുറപ്പാട്, ഇതിനോടനുബന്ധിച്ച് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം, ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച, കുടമാറ്റം, സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട്, രാത്രിയിലെ പഞ്ചവാദ്യം, പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട്, പിറ്റേന്ന് നടക്കുന്ന പകൽപൂരം, പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട്, ഉപചാരം ചൊല്ലിപ്പിരിയൽ എന്നിവയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ. വലിയ വെടിക്കെട്ട് അപകടങ്ങൾ നടന്നപ്പോൾ പോലും, എന്തിന് കോവിഡ് മഹാമാരി നടന്നപ്പോൾ പോലും യാതൊരു കുഴപ്പവുമില്ലാതെ പൊതുജനവികാരം കണക്കിലെടുത്ത് ആഘോഷപ്പൊലിമ ഒട്ടും കുറയ്ക്കാതെ പൂരം നടത്തിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, പൂരം തടയാൻ ശ്രമിച്ചാൽ വൻപിച്ച ബഹുജന പ്രതിഷേധമുണ്ടാകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആരും ഇതിനെ എതിർക്കാത്തത്. എന്നാൽ ഇത്തവണ പതിവില്ലാത്ത വിധം പൂരം അലങ്കോലമാക്കാനുള്ള ബോധപൂർവമുള്ളൊരു ശ്രമം നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത് സംഭവിച്ചത് എന്ന് നാം കൂട്ടി വായിക്കണം. ശബരിമല വിഷയത്തിൽ തൊട്ട് നന്നായി കൈപൊള്ളിയ അന്തംഗമ്മി സർക്കാർ യാതൊരു കാരണവശാലും തൃശൂർ പൂരത്തിൽ കൈവച്ച് പണി മേടിക്കുവാൻ ശ്രമിക്കില്ല എന്നുറപ്പാണ്. പക്ഷേ ഇപ്പോൾ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ സർക്കാരിൻ്റെയും തൃശൂർ പോലീസ് കമ്മീഷണറുടെയും തലയിൽ കെട്ടിവെച്ച് അതൊരു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാക്കി മൈലേജ് എടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. തൃശൂർ പൂരത്തിന് പോലീസ് അമിതമായി ഇടപെട്ട് കുളമാക്കി എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തിവീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പരിധിവിട്ടതിനെ തുടർന്ന് എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കുവാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായി തീർന്നു എന്നും പുലർച്ചെ 3 നടക്കേണ്ടുന്ന വെടിക്കെട്ട് മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ 4 മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നു എന്നും ഉറക്കം വിളിച്ച് കാത്തിരുന്നിട്ടും വെടിക്കെട്ടിന്റെ വർണ്ണഭംഗി ആസ്വദിക്കുവാൻ പൂരപ്രേമികൾക്കായില്ല എന്നും പൂരത്തലേന്ന് തന്നെ പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ ഒരുക്കി, മാത്രമല്ല മഠത്തിൽ വരവിനിടെ ഉത്സവപ്രേമികൾക്ക് നേരെ കയർക്കുവാനും പിടിച്ചു തള്ളുവാനും മുന്നിൽ നിന്നത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ നേരിട്ടാണെന്ന ആക്ഷേപവും ഉയർന്നു. പെട്രോളും ഓർക്കുക, പൂരനഗരിയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ, അത്യാഹിതം നടന്നാൽ അത് പോലീസിന്റെ വീഴ്ചയാണെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ പോലീസിന്റെ മുകളിൽ കയറും. വയലന്റായി നിൽക്കുന്ന പൂരലഹരിയിൽ ലഹരി മൂത്തു നിൽക്കുന്ന ജനങ്ങളും പോലീസിന്റെ നിർദ്ദേശങ്ങൾ എപ്പോഴും ചെവിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് കയർക്കേണ്ടി വരും, ചിലപ്പോൾ ചീത്ത വിളിച്ചെന്നും ഇരിക്കും. ഇതൊക്കെ ജനലക്ഷങ്ങൾ കൂടുന്നിടത്ത് പതിവാണ്. മുൻപും ഇതൊക്കെ നടന്നിട്ടുണ്ട്. പോലീസ് ലാത്തി വീശിയിട്ടുമുണ്ട്, ചുട്ടയടിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വിഷയം ഇപ്പോൾ ആളിക്കത്തിക്കുന്നത് BJP ആണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വിവാദവും സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളെയും എക്സിറ്റ് പോൾ ഏജൻസികളെയും കയ്യിലെടുത്ത് അവസാന ലാപ്പിൽ സുരേഷ് ഗോപിക്ക് നേരിയ ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ തള്ളുമ്പോഴും അവർക്കറിയാം കെ മുരളീധരനാണ് ഇപ്പോഴും വിജയസാധ്യത എന്ന്. അതുകൊണ്ട് തന്നെ ഒരു അറ്റകൈ പ്രയോഗമാണ് ഈ പൂരവിവാദം. വിവാദം കൊഴിപ്പിക്കുവാൻ പൂരനഗരിയിൽ ഇവർ മറ്റ് കടുങ്കൈയൊന്നും ചെയ്യാത്തത് ആരുടെയോ ഭാഗ്യം. അന്തംഗമ്മികളാണെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഈ മണ്ടത്തരം കാണിക്കില്ല എന്ന് ബോധമുള്ളവർക്കറിയാം. എന്നിരുന്നാലും മുഖം രക്ഷിക്കുവാൻ ഇടതു സർക്കാർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റുവാൻ സാധ്യതയുണ്ട്. ദുരന്തമൊന്നും ഉണ്ടാകാതെ
പൂരം പര്യവസാനിപ്പിക്കുവാൻ സഹായിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥനെയും പോലീസ് സേനയെയും അഭിനന്ദിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ സ്ഥലം മാറ്റി പോലീസ് സേനയുടെ വീര്യം തകർക്കരുത്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ ബലിയാടാക്കരുത്. രാഷ്ട്രീയ നിലപാടുകളുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ ഈ സമയത്ത് ആരും മുഖവിലേക്ക് എടുക്കരുത്. രണ്ട് ദേവസ്വങ്ങളും തീരുമാനിച്ചാൽ അവർ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ പോകുമെന്നിരിക്കെ എന്തിനാണ് അവസാനം പൂരം പ്രേമികളുടെ മനസ്സ് തകർക്കുന്ന രീതിയിൽ പരിപാടിയിൽ മാറ്റം വരുത്തിയത്? അത് ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നാണ് അന്വേഷിക്കേണ്ടത്. എന്തിനു വേണ്ടിയെന്നും. ഈ വിവാദത്തിന്റെ സഹായത്താൽ സുരേഷ് ഗോപി തൃശ്ശൂർ പൊക്കും എന്ന് കരുതുന്നവർ എത്ര പേരുണ്ട്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.